അമേരിക്കൻ സിനിമാ ഹിസ്റ്ററിയിലെ ഗെയിം ചേഞ്ചറായി കണക്കാക്കപ്പെടുന്ന ഒരു ഫിലിമാണ് 12 ആംഗ്രി മെൻ. സിഡ്നി ലൂമെറ്റിൻ്റെ ഡയറക്ഷനിൽ 1957 ഇത് റിലീസായത്. 12 ആംഗ്രി മെൻ എന്ന ചിത്രം ഒരു അതിശയകരമായ കോടതി ഡ്രാമയാണ്. ഈ സിനിമയുടെ ഭൂരിഭാഗവും ഒരു ജൂറി മുറിക്കുള്ളിലാണ് നടക്കുന്നത്. 18 വയസ്സുള്ള ഒരു കുട്ടിയെ സ്വന്തം അച്ഛനെ കൊന്നതായി കുറ്റം ചുമത്തി ആ കോടതി മുറിക്കുള്ളിലേക്ക് കൊണ്ടുവരുന്നു. തെളിവുകൾ ആദ്യം നോക്കുമ്പോൾ കേസ് വളരെ വ്യക്തമായതായി തോന്നുന്നു. അതുകൊണ്ട് 12 ജൂറിമാരിൽ 11 പേർ ഉടൻ തന്നെ അയാൾ കുറ്റക്കാരനാണെന്ന് വിധി പറയാൻ തയ്യാറാകുന്നു. പക്ഷേ ഒരു ജൂറി മാത്രം ഇവിടെ സംശയമുണ്ടാകാമെന്ന് പറയുന്നു. ഈ ജൂറി ആ കുട്ടി നിരപരാധിയാണെന്ന് ഉറപ്പിച്ചു പറയുന്നില്ല. പക്ഷേ റീസണബിൾ ഡൗട്ടില്ലാതെ ഒരു മനുഷ്യനെ ശിക്ഷയ്ക്ക് വിധിക്കരുതെന്ന് അവൻ ഉറപ്പിച്ചു പറയുന്നു. ഈ ജൂറി ശാന്തമായി ഓരോ തെളിവും ചോദ്യം ചെയ്യുന്നു. സാക്ഷികളുടെ വിശ്വാസ്യത, കത്തി സംബന്ധിച്ച തെളിവിൻ്റെ ഉറപ്പില്ലായ്മ, സംഭവ സമയത്തെ വൈരുദ്ധ്യങ്ങൾ, ചില ജൂറിമാരുടെ വ്യക്തിപരമായ മുൻവിധികൾ. മുറിക്കുള്ളിൽ ചർച്ച കടുപ്പമാകുന്നു. ചിലർ കോപം കാണിക്കുന്നു, ചിലർ ക്ഷീണിക്കുന്നു, ചിലർ സ്വന്തം തെറ്റുകൾ തിരിച്ചറിയുന്നു. ലാസ്റ്റ് ഈ ഫിലിമിൽ മനുഷ്യരുടെ മുൻവിധിയും നീതിയും എന്ന വലിയ വിഷയത്തിലേക്ക് മാറുന്നു. അവസാനം എല്ലാ ജൂറിമാരും കുറ്റക്കാരനല്ല എന്ന വോട്ട് ചെയ്യുന്നു. അത് പൂർണ്ണ ഉറപ്പിനാലല്ല, മറിച്ച് തെളിവുകൾ മതിയായില്ല എന്ന കാരണത്താലാണ്. ഈ സിനിമ എന്തുകൊണ്ടും വളരെ വ്യത്യസ്തമായി നിൽക്കുന്നതാണ്. ഒരു മുറിയിൽ മാത്രം നടക്കുന്ന കഥ, ശക്തമായ സംഭാഷണങ്ങളും മാനസിക സംഘർഷവും, നീതി വ്യവസ്ഥയിലെ മനുഷ്യപിശകുകൾ, ഒരാളുടെ ചിന്ത ഒരു മുഴുവൻ സമൂഹത്തെ എങ്ങനെ മാറ്റിയെടുത്തു എന്നുള്ള ഒരു സന്ദേശവും